അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയി കളിക്കുന്ന ഒരു റീലാണ്. റൈഫിൾ ക്ലബ്ബ് എന്നുള്ള ഒരു മൂവിത്തെ അവരുടെ ഒരു പോസ്റ്ററിലെ ഒരു ഇമേജസ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു സ്ലൈഡ് ചെയ്യണ പോലത്തുള്ള ഒരു മൂവ്മെന്റ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതിലൊരു BGM ഒക്കെ ആഡ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ഫ്രണ്ട്ഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള റീൽസിലൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പുതിയ ഐറ്റാണ്. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ CapCut എന്നുള്ള ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ്. അപ്പോൾ CapCut അല്ല, ഏതൊരു എഡിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമുക്കിത് മേക്ക് ചെയ്യാം. അപ്പൊ ഞാനിവിടെ CapCut ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്യാണ്. CapCut ആപ്ലിക്കേഷൻ ഇപ്പൊ ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന CapCut നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാമിലോ അല്ലാന്നുണ്ടെങ്കിൽ എന്റെ വാട്സപ്പിലോ ജസ്റ്റ് മെസ്സേജ് അയച്ചിടുക. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഞാൻ ഈ ഒരു പറയുന്ന മെത്തേഡ് പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് അത് മേക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വഴി കൂടിയാണ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ തന്നിട്ടുണ്ടാവും ഡൗൺലോഡ് ചെയ്യാൻ. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും ലിങ്ക്. അപ്പൊ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ടെലഗ്രാമിൽ ഇട്ടിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്തിട്ട് ആ ഒരു വീഡിയോ നിങ്ങൾ ന്യൂ പ്രൊജക്ട് ആക്കിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഞാൻ ആ ഒരു വീഡിയോ ഇവിടെ ന്യൂ പ്രൊജക്ട് ആക്കിയിട്ട് ഇപ്പൊ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊരു റൈഫിൾ ക്ലബ്ബത്തെ മൂവിത്തെ ഒരു തന്നെയാണ് അത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കാണാം. അപ്പൊ ഇനി അടുത്ത സ്റ്റെപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് താഴത്തെ ബോക്സിൽ നിങ്ങൾക്ക് എക്സ്ട്രാക്ട് ഫ്രം വീഡിയോ എക്സ്ട്രാക്ട് ഓഡിയോ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ആ ഒരു വീഡിയോത്തെ ഓഡിയോ സെപ്പറേറ്റ് ആക്കിയിട്ട് ഇടുക. എന്നിട്ട് പിന്നെ ചെയ്യേണ്ടത് താഴത്തെ ബോക്സിൽ നിങ്ങൾക്ക് ഒരു ആസ്പെക്ട് റേഷ്യോ ഉണ്ടാവും. അത് സെലക്ട് ചെയ്തിട്ട് 9:16 റേഷ്യോ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചെയ്യേണ്ടത് ഇനി ഇതേപോലെ സെറ്റ് ചെയ്തെടുക്കലാണ്. അപ്പൊ ഇതേപോലെ സെറ്റ് ചെയ്തെടുക്കാനും ഫസ്റ്റ് ഇതിൽ യൂസ് ചെയ്തെടുക്കുകയാണ് നിങ്ങൾക്ക് ഒരു വിന്റേജ് മോഡലിലേക്കാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ഇച്ചിരി ഒരു ഗ്രെയിൻസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് അപ്പൊ നമ്മുടെ ഇമേജസ് അതേപോലെ ഗ്രെയിൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാന്നുള്ളതിന്റെ ഒരു മെത്തേഡ് പറഞ്ഞുതരാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ ഈ ഒരു ഇമേജ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഇമേജിലേക്ക് ഇനി ആ ഒരു വിന്റേജ് മോഡൽ എഫക്റ്റ് കൊടുക്കുന്നത് ഇത് നേരെ നമ്മൾ ലൈറ്റ് റൂമിക്ക് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഇപ്പൊ ഞാനിവിടെ ലൈറ്റ് റൂമിക്ക് ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ലൈറ്റ് റൂമിക്ക് ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് നമുക്കൊരു നിങ്ങൾക്ക് എങ്ങനെ ഒരു യെല്ലോ കളർ ടൈപ്പിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിന്റെ ടെമ്പ് ഒന്ന് കൂട്ടി കൊടുക്കുക. അതിനുശേഷം നോയ്സ് വേണമെന്നുണ്ടെങ്കിൽ എഫക്റ്റിൽ പോവുക. അത് കാണാം ഗ്രെയിൻസ് എന്നുള്ളത്, അത് ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമേജിൽക്ക് ആ ഒരു ഗ്രെയിൻസ് കയറി വരും. അതിന് സൈസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പൊ കണ്ടോ ഒരു ഗ്രെയിൻസ് കയറിയാ നിൽക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ഇമേജ് ഇങ്ങനെയായിരുന്നു. അപ്പൊ ഈ ഇമേജ് ഓൾറെഡി ജസ്റ്റ് ഞാൻ ഒരു കളർ ഗ്രേഡ് കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. അപ്പൊ ഇതിത്തെ കളർ ഗ്രേഡ് ചെയ്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ LD പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്. ലെൻസ് ഡിസ്റ്റോർഷൻ നിങ്ങൾ പ്ലേ സ്റ്റോറിലോ അല്ലാന്നുണ്ടെങ്കിൽ ആപ്പ് സ്റ്റോറിലോ അടിച്ചാൽ കിട്ടും. അതിലത്തെ ഒരു ഫിൽറ്റർ ആണ് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്തത്. അപ്പൊ ഇതിന്റെ ഒരു പഴയ ഫോട്ടോ ആണ്. ഇതിൽ ഞാൻ ഓൾറെഡി ആഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു എഡിറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഇമേജ് ആണിത്. അപ്പൊ ജസ്റ്റ് ഇതിലേക്ക് ഞാൻ ഒന്ന് കളറിന്റെ ടെമ്പോ ഒന്ന് കൂട്ടിയിട്ട് ജസ്റ്റ് ഗ്രെയിൻസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താണ്. അപ്പൊ നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു കളർ ഫിൽറ്റർ കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ലെൻസ് ഡിസ്റ്റോർഷൻ എന്നുള്ള ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പൊ അതിൽ നല്ല അടിപൊളിയായിട്ട് സ്റ്റോറീസ് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷൻ ആണിത്. അപ്പൊ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഞാനിവിടെ ഈ ഒരു ടൈപ്പിലേക്ക് ആ ഒരു ഇമേജ് സെറ്റ് ചെയ്തില്ല. അപ്പൊ ജസ്റ്റ് ഇതിന്റെ സാച്ചുറേഷനും കൂടി ഞാൻ ഒന്ന് കുറച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഞാൻ ആ ഒരു സാച്ചുറേഷനും കൂടി ഇപ്പൊ ഇവിടെ കുറച്ചിട്ടുണ്ട്. ഇനി ഇത് നേരെ ഗാലറിക്ക് സേവ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ ഞാൻ ഇവിടെ ഗാലറിക്ക് ഈ ഒരു ഇമേജ് സേവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നേരെ നമ്മുടെ CapCutക്ക് തന്നെ വരിക. CapCutക്ക് വന്നിട്ട് പ്ലസ് ബട്ടൺ സെലക്ട് ചെയ്തിട്ട് ഇപ്പൊ നമ്മൾ ഗാലറിക്ക് സേവ് ചെയ്തിട്ടുള്ള ഒരു ഇമേജ് ഇതിലേക്ക് ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് ചെയ്യേണ്ടത് ജസ്റ്റ് ഇതിന്റെ ഒരു മ്യൂസിക്കിനനുസരിച്ചിട്ട് ഇതിന്റെ ഡ്യൂറേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നേരെ മേലത്തെ ഓപ്ഷനിൽ നിങ്ങൾക്ക് ഓവർലേ വേണ്ട ഒരു ഓപ്ഷൻ ഉണ്ടാവും. അത് സെലക്ട് ചെയ്തിട്ട് ഇത് നേരെ ഡ്രാഗ് ചെയ്തിട്ട് സ്റ്റാർട്ടിങ്ങിക്ക് ഇടുക. നമ്മുടെ വീഡിയോന്റെ തുടക്കം എവിടെയാണോ അത് അവിടേക്ക് കൊണ്ടുപോയിട്ട് ഇടുക. ഓക്കെ, ഇപ്പൊ ഞാനത് സ്റ്റാർട്ടിങ് ഇട്ടിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇത് ജസ്റ്റ് ഒന്ന് ചെറുതാക്കുക. ഇത് നമ്മൾ റെഫറൻസിന് വേണ്ടിയിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ചെറുതാക്കിയിട്ട് നമ്മുടെ വീഡിയോന്റെ ഒരു സൈഡിലേക്ക് കൊണ്ടുപോയി വെക്കുക. ഓക്കെ, എന്നിട്ട് ഈ ഒരു ലെയർ മാക്സിമം നമ്മൾ സൂം ചെയ്ത് കൊടുക്കുക. നമുക്ക് അതിന്റെ ഒരു മൂവ്മെന്റ്സ് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണത്. ഓക്കെ, ഇപ്പൊ നമ്മളവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്ത് ഇതിൽ ചെയ്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു മൂവ്മെന്റ്സ് ശ്രദ്ധിക്കുക. ആദ്യം ആ ഒരു ഇമേജസ് ഫുൾ ഫോട്ടോ ഇമേജിൽ നിന്ന് സൂം ചെയ്തിട്ട് ഇങ്ങനെ ഒരു മൂവ്മെന്റ് ആണുള്ളത്. അപ്പൊ ആദ്യം നമ്മൾ അതിന്റെ തുടക്കത്തിൽ ഒരു കീ ഫ്രെയിം കൊടുക്കണം. കീ ഫ്രെയിം കൊടുത്തിട്ട് നമ്മുടെ ഇമേജിന്റെ അങ്ങോട്ട് പോരുക. ഫസ്റ്റ് ഈ ഒരു കോർണറിന് കൊടുക്കുക. ഇത് ഞാനാട്ടോ ഇവിടെ കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് ആ ഇമേജ് ഇങ്ങനെ നീക്കുമ്പോൾ മെല്ലെ മെല്ലെ ഇങ്ങനെ ആ ഒരു ഇമേജ് ഇങ്ങനെ കാണാൻ നിൽക്കുക നീങ്ങണം. അപ്പോൾ ജസ്റ്റ് ഇവിടെ വെച്ചിട്ട് അത് വേറൊരു ഫോട്ടോ ഭാഗത്തേക്ക് പെട്ടെന്ന് പോവാണ്. ഇവിടെ ചെറിയൊരു ട്രാൻസിഷൻ ഉണ്ട്.
അപ്പോൾ ആ ട്രാൻസിഷൻ്റെ അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് നമ്മുടെ ഇമേജ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുക. സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് തുടക്ക ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഇമേജിനെ ഒന്ന് ജസ്റ്റ് നൈസായിട്ട് ഒന്ന് നീക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ആ ഒരു ഇമേജ് ജസ്റ്റ് ചെറുതാക്കി ഒന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് ആ ഒരു ഇമേജ് വേറൊരു സ്ഥലത്തു നിന്നാണ് മൂവ്മെൻറ്റ് പെട്ടെന്ന് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാനത് ഈ ഒരു സൈഡിൽ കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് അതിൻ്റെ അവിടെയും സ്റ്റാർട്ടിൽ ഒരു കീ ഫ്രെയിം കൊടുത്തു. സ്റ്റാർട്ടിൽ കീ ഫ്രെയിം കൊടുത്തിട്ട് പിന്നെ അത് ഒരു സൈഡിലേക്ക് ഇങ്ങനെ മെല്ലെ മെല്ലെ നീങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് ജസ്റ്റ് നൈസായിട്ടൊന്ന് സൂം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ അതുകൊണ്ട് ജസ്റ്റ് അവിടെ വെച്ചു. ഈ ഒരു ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഞാൻ നൈസായിട്ട് നീക്കി കൊടുത്തു. പിന്നെ അത് പെട്ടെന്നൊന്ന് സൂം വരുന്നുണ്ട്. അപ്പോൾ ആ സൂം വരുന്നതുകൊണ്ട് ആ ഒരു സൂം എടുക്കുക, സ്റ്റാർട്ടിങ് എവിടെ നോക്കുക, എൻഡിങ് ഏത് വരെ എൻഡിങ് പോകുന്നുണ്ട് നോക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ വെച്ചിട്ട് അടുത്ത ഭാഗത്തേക്ക് പെട്ടെന്ന് പോവാണ്. അപ്പോൾ നമ്മൾ ആ പോണതിൻ്റെ തൊട്ട് മുമ്പായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു വീഡിയോയിൽ വെച്ചിട്ട് നമ്മൾ ആ ഒരു ഇമേജിനെ ഇങ്ങനെ സൂം ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തത് വേറെ കട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഒരു കട്ട് എവിടെ വെച്ചിട്ടാണ് എൻഡ് ചെയ്യണ നോക്കുക. ഓക്കെ, അപ്പോൾ അത് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് അപ്പോൾ എൻഡിനാണ് അവിടെ കൊണ്ടുപോയിട്ട് സ്പ്ലിറ്റ് ചെയ്തിടുക. എന്നിട്ട് ഇതിൽ അതിപ്പോൾ ഈ അടുത്ത ഈ സെക്ഷൻ പറഞ്ഞാൽ ഒരാളെ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ആളെ മാത്രം ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ഫോക്കസ് ചെയ്തിട്ട് സ്റ്റാർട്ടിൽ കൊണ്ടുപോയിട്ട് ഒരു കീ ഫ്രെയിം കൊടുക്കുക. കീ ഫ്രെയിം കൊടുത്തിട്ട് അതിങ്ങനെ സൂം ഔട്ടായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മളും അതേപോലെ അതിൻ്റെ എൻഡിൽ കീ ഫ്രെയിമിൽ വെച്ചിട്ട് ഒന്ന് സൂം ഔട്ട് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തത് വേറൊരാളുടെ ഇതിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളതനുസരിച്ചിട്ട് വേറെ ആൾക്ക് കൊണ്ടുപോയിട്ട് ഫോക്കസ് അടിച്ചു കൊടുക്കുക. സ്പ്ലിറ്റ് ചെയ്തു, സൂം ചെയ്ത് പോവുക. ഞാൻ എന്നെ തന്നെ ഫോക്കസ് ആക്കുകയാണ്. ഇതിൽ ഓക്കെ, അപ്പോൾ ഇതിൽ വലിയ മൂവ്മെൻറ്റ്സ് കാര്യമായിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ സ്ലൈഡായിട്ട് പോകണമെന്നുള്ളൂ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് സൈഡിലേക്ക് സ്ലൈഡ് അടിച്ചു കൊടുക്കുക നൈസായിട്ട്. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്തത് വേറെ ഒരാളെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരാളുടെ ഫോക്കസ് എവിടെ വെച്ചിട്ടാണ് നിൽക്കുക നോക്കുക. ഓക്കെ, ഇവിടെ വെച്ചു, സ്പ്ലിറ്റ് ചെയ്തു. ഇവിടെ വെച്ചിട്ട് വേറെ ഒരാളെ ഫോക്കസ് ചെയ്യുകയാണ്. ഇതൊക്കെ ഈ ഗ്രീൻ ടീഷർട്ടിനെ ഫോക്കസ് ചെയ്തു. ഓക്കെ, ഫോക്കസ് ചെയ്തായി വലിയ മൂവ്മെൻ്റ് ഒന്നുമില്ല. അടുത്ത ആളെ കട്ട് വന്നു. അടുത്ത ആളിലും വലിയ മൂവ്മെൻ്റ് ഇല്ല. അപ്പോൾ അവിടെ വെച്ച് സ്പ്ലിറ്റ് ചെയ്യുക. അടുത്ത് ഇവനെ വെക്കാം. ഇവന് വെച്ചു. അടുത്ത ക്ലിപ്പ് വന്നു, സ്പ്ലിറ്റ് ചെയ്തു, ഇവിടെ വെച്ചു. ഓക്കെ, അപ്പോൾ അതും വലിയ മൂവ്മെൻ്റ് ഇല്ല. ഇനി അടുത്തത് എന്തോ തലതിരിണ്ടൊക്കെ കണ്ടല്ലോ. അപ്പോൾ അടുത്തത് ഇങ്ങനെ വന്ന് ആ ക്ലിപ്പ് സെയിം ക്ലിപ്പ് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു ക്ലിപ്പ് എവിടെ വെച്ചിട്ടാണ് ടോട്ടലി എവിടെ വെച്ചിട്ടാണ് എൻഡ് ചെയ്യുന്നത് നോക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് അത് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവിടെ സ്പ്ലിറ്റ് ചെയ്തു. സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇവനെ സെലക്ട് ചെയ്തു. ഇവനെ സെലക്ട് ചെയ്തിട്ട് പിന്നെ അടുത്തത് ചെയ്യേണ്ടത് സ്റ്റാർട്ടിൽ പോവുക, എൻഡിൽ പോവുക, ഒന്ന് നൈസായിട്ടൊന്ന് മൂവ്മെൻറ്റ് കൊടുക്കുക. അതിനുശേഷം പിന്നെ ഇത് എവിടെ വെച്ചിട്ടൊന്ന് തല തിരിയുന്നുണ്ട്. ഓക്കെ, ഈ ഇവിടെ വെച്ചിട്ടൊന്ന് തല തിരിയുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് തിരിച്ചെടുക്കുക. അപ്പോൾ അത് തല തിരിച്ചിടുമ്പോൾ നമ്മുടെ കീ ഫ്രെയിം അവിടെ ആഡ് ആയി വന്നിട്ടുണ്ടാവും. അപ്പോൾ കീ ഫ്രെയിം ഇനി നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം 3 കീ ഫ്രെയിം ആ ഒരു ക്ലിപ്പിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ സ്റ്റാർട്ട് കീ ഫ്രെയിമും എൻഡ് കീ ഫ്രെയിമും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കളഞ്ഞാൽ മതി. അത് തല തിരിച്ച് കിട്ടും. അവിടെ തല ഇരുന്നിട്ടുണ്ട് കണ്ടോ. ഇനി അടുത്തത് അവരുടെ ഒരു ലോങ് ആയിട്ടുള്ള ഒരു പിക്ക് മൊത്തത്തിൽ ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ വീഡിയോന്റെ അല്ല ആ ഒരു ഇമേജിന്റെ സ്റ്റാർട്ടിൽ ഒരു കീ ഫ്രെയിം കൊടുത്തിട്ട് നമ്മുടെ ഫോട്ടോ ഇതേപോലെ ഫുൾ സ്ക്രീൻ ആക്കി കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ അത് ഫുൾ സ്ക്രീൻ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ആ ഒരു ഫുൾ ഇമേജ് എവിടെ വെച്ചിട്ടാണ് കാണുന്നത് നോക്കുക.
ഓക്കെ. അപ്പൊ ഇത് ഈ ഫുൾ ഇമേജ് ഒരുപാട് തവണ ഇങ്ങനെ ലാഗ് ഇട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഫുൾ കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടിച്ചാൽ അത്ര കൊടുക്കുക. അപ്പൊ ഞാൻ ജസ്റ്റ് അതൊരു ഏകദേശം ഒരു ഇപ്പൊ നമ്മുടെ വീഡിയോനെ ഇപ്പൊ ഏകദേശം ആ ഒരു ഫുൾ സ്ക്രീനിന്റെ ഭാഗത്തേക്ക് വരുന്നത് ഇവിടെ വെച്ചിട്ട് 8ാമത്തെ സെക്കൻഡ് മുതൽ പിന്നെ ഫുൾ സ്ക്രീനിക്കാണ് വരുന്നത്. അപ്പൊ ഞാനത് ഏകദേശം ഒരു 14-15 സെക്കൻഡ് വെച്ചിട്ട് ഞാൻ ആ ഒരു ക്ലിപ്പ് അവിടെ വെച്ചിട്ട് എൻഡ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് അത് ഫുള്ള് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം. അപ്പൊ ഇതൊക്കെ ഞാനൊരു 12 കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ വെച്ചിട്ട് ഞാൻ ആ ഒരു ക്ലിപ്പ് സ്പ്ലിറ്റ് ചെയ്ത് കളഞ്ഞു. ക്യാപ്കട്ടിന്റെ ലോഗോയും കളഞ്ഞു. എന്നിട്ട് ഇതിന്റെ സ്റ്റാർട്ടില് ഓക്കെ സ്റ്റാർട്ട് ഇവിടെ വെച്ചിട്ട് ആ സൂം എവിടെ വെച്ചിട്ട് കറക്റ്റ് ഫുൾ ആവുന്നു നോക്കുക. ഏകദേശം ഈ ഒരു ഭാഗത്തു നിന്നാണ് ഫുൾ ആവുന്നത്. അവിടെ ഞാനൊരു കീ ഫ്രെയിം കൊടുത്തു. പിന്നെ അതിന്റെ സ്റ്റാർട്ടിലത്തെ കീ ഫ്രെയിമിൽ വെച്ചിട്ട് നമ്മളെ ഇമേജ് ഒന്ന് സൂം ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ അത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇതില് അടിയിൽ കാണാൻ നിൽക്കുക ഒരു റൈഫിൾ ക്ലബിന്റെ മൂവിയുടെ ആ ഒരു എന്താ പറയാ പോസ്റ്ററത്തെ അവരുടെ മൂവിയുടെ ടൈറ്റിലിന്റെ ഒരു PNG ഇമേജ് അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് കാര്യങ്ങളൊക്കെ ചെയ്യാം. ആ മേലെ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ടർ കാര്യങ്ങളൊക്കെ ടെക്സ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊന്നും എഴുതണ്ട. അതിന് പകരം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വല്ല കോഡ്സോ ക്യാപ്ഷൻസ് എന്തെങ്കിലും കൊടുക്കാണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് അതിന്റെ ഒരു മേക്ക് ചെയ്യുന്നതിന്റെ ഒരു ട്രാൻസാക്ഷൻ ആണ് ഇപ്പൊ ഇവിടെ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ ഇതിൽ കൂടെ ഇനി അടുത്തത് നമുക്ക് ഇനി ചെറിയൊരു ഷെയ്ക്ക് എഫക്റ്റും ചെറിയൊരു ലൈറ്റ് എഫക്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാണ്ട്. അപ്പൊ അതിനായിട്ട് ആദ്യം താത്തൊരു ബോക്സിൽ എഫക്റ്റിൽ വീഡിയോ എഫക്റ്റ് പോവുക. അതിൽ നൈറ്റ് ക്ലബ്ബ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു ഷെയ്ക്ക് എന്നുള്ളത് ഉണ്ടാവും. അത് സെലക്ട് ചെയ്തിട്ട് ആദ്യം അത് നമ്മളെ വീഡിയോന്റെ സ്റ്റാർട്ട് ടു എൻഡ് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തതിന് ശേഷം അഡ്ജസ്റ്റ്മെന്റ് പോവുക. ജസ്റ്റ് അതിന്റെ ഒരു സ്പീഡ് ഇനി അടുത്തത് ഇതേപോലെ നമുക്ക് ഇനി എഫക്റ്റ് ആഡ് ചെയ്യാണ്ട് വീഡിയോ എഫക്റ്റ് പോവുക. അതിൽ നിങ്ങൾക്ക് സ്ട്രോബ് എന്ന് അടിക്കുക, STROBE. അപ്പൊ സ്ട്രോബ് അടിക്കുമ്പോൾ ഒരു ലൈറ്റ് വൈറ്റ് ഫ്ലാഷ് എഫക്റ്റ് കിട്ടും. അത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് വീഡിയോന്റെ സ്റ്റാർട്ട് ടു എൻഡ് ആക്കി കൊടുക്കുക. എന്നിട്ട് അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് പോയിട്ട് അതിന്റെ ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കുക. ഓക്കെ, അതിന്റെ സ്പീഡ് ഞാൻ കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് നമ്മളിപ്പോൾ ഈ കട്ട് ചെയ്തിട്ടുള്ള ഇമേജസിനൊക്കെ ഒരു ട്രാൻസിഷൻ കൊടുക്കലാണ്. അപ്പൊ ഒരു വൈറ്റ് ബോക്സ് സെലക്ട് ചെയ്തിട്ട് അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ളൊരു ട്രാൻസിഷൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാൻ അതിൽ ക്യാമറ എന്നുള്ളതിലത്തെ ഒരു ട്രാൻസിഷൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു ബ്ലർ സൂം ഔട്ട് എന്നുള്ളത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിന്റെ ഒരു ഡ്യൂറേഷൻ ഞാനൊരു 0.3 വേണ്ട 0.3 സെക്കൻഡ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മേലത്തെ അപ്ലീറ്റ് വാൾ കൊടുത്തു. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഒരു വീഡിയോ മേക്കിംഗ് ഇപ്പൊ ഇവിടെ ഫിനിഷിംഗ് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇത് ഇവിടെ വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്തു. എനിക്ക് അത്ര മതി. അപ്പൊ നിങ്ങൾക്ക് അത് ഫുള്ള് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പൊ ഞാൻ ഒന്നുകൂടി ജസ്റ്റ് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ പ്ലേ ചെയ്യുന്നതിന് മുമ്പേ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്ത് ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ട് വീഡിയോസിനായി ജസ്റ്റ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാല്ലാ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.